കെ.സി. വേണുഗോപാൽ പറയുന്നത് CPM മതേതര കേരളത്തിന് അപമാനമാണെന്നാണ്. അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയക്കെതിരെ CPM വർഗീയ പ്രചരണം നടത്തുന്നു എന്നാണ് കെ.സി. വേണുഗോപാൽ പറയുന്നത്. കെ.സി. വേണുഗോപാൽ ഇതിന് പറയുന്നത് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞും ജനങ്ങളിൽ വിദ്വേഷം വളർത്തിയും CPM നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി നോക്കുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവര് ഇപ്പൊ സത്യത്തിൽ UDFന് ഇപ്പൊ എന്ത് പറയണമെന്ന് അറിയാൻ മേത്തൊരു അവസ്ഥയാണ്. ഏകദേശം 10-18ഓളം വരുന്ന ആരോപണങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് അതെല്ലാം തകർന്ന് തരിപ്പണമായി കോടതി പോലും നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് പോയ ഒരു UDF എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് പറഞ്ഞ് അവർക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റും? ഇതെങ്കിലും ചെയ്ത് ഞാനൊന്ന് ആനന്ദം കണ്ടെത്തിക്കോട്ടെ എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ചില സിനിമാ ഡയലോഗുകളുണ്ടല്ലോ എന്ന് പറയുന്ന പോലെയാണ് ശരിക്കും UDFന്റെ അവസ്ഥ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവരോടൊക്കെ ദേഷ്യപ്പെട്ട് മറ്റേ ദശമൂലം ദാമുവിന്റെ ഒരു ഡയലോഗുണ്ട്, മറ്റേ എന്താ പറയാ ചട്ടമ്പി നാട് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത്, ഞാൻ ഇവരോടെങ്കിലും ദേഷ്യപ്പെട്ട് ഞാൻ എന്നെ ഒന്ന് സമാധാനിപ്പിച്ചോട്ടെ എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. എന്ന് പറയുന്ന പോലെയാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടെങ്കിലും LDFനെതിരായിട്ട് ആരോപണങ്ങൾ ഇങ്ങനെ നിലനിന്ന് പോരണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ 10 വർഷത്തെ കാലാവധി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പേരുദോഷം ഉണ്ടാക്കിയത് UDF എന്ന് പറയുന്ന മുന്നണിക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം ഇടയ്ക്ക് പറയുന്നു ഈ പിന്നെ തളിപ്പറമ്പിലോ മറ്റോ, തളിപ്പറമ്പിലാണോ പയ്യന്നൂരിലോ മറ്റോ ഈ ഒരു വ്യാജ ID കാർഡ് അടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കെ.സി. വേണുഗോപാൽ ഇതിന് മാത്രം ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അവിടെ പയ്യന്നൂരിൽ വ്യാജ ID കാർഡ് സഹാക്കൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? അവിടുത്തെ ഇടതുപക്ഷ വിമതന്മാരെ പരാജയപ്പെടുത്താൻ വേണ്ടി. പയ്യന്നൂരാണെങ്കിലും തളിപ്പറമ്പിലാണെങ്കിലും CPMനെ സംബന്ധിച്ചിടത്തോളം സേഫ് കോട്ടകളാണ് അതെല്ലാം. ഇപ്പൊ കാരായി രാജനെ പിന്നെ അവിടെ കൊണ്ട് മത്സരിപ്പിക്കുന്നതുകൊണ്ട് പറയാം, തലശ്ശേരിയിൽ തോന്നുന്നു അദ്ദേഹം മത്സരിക്കുന്നത്, അവിടെ മത്സരിപ്പിക്കുന്നതുകൊണ്ട് എല്ലാവരും പറയുന്നത് അദ്ദേഹം ഒരു കൊലക്കേസ് പ്രതി ചേർക്കപ്പെട്ട ഒരാളൊക്കെയാണ്. അപ്പൊ അദ്ദേഹത്തെ മത്സരിപ്പിച്ചാൽ കിട്ടില്ല. അവിടെ അദ്ദേഹത്തിന് ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് ജയിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അവിടെ ആരെ കൊണ്ട് അവിടുത്തെ ആരുടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? അവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ബട്ടന്റെ അവിടെ ഒരു ചിഹ്നം മതി, അരിവാൾ ചുറ്റിക എന്ന് പറയുന്ന ഒരു ചിഹ്നം കണ്ടാൽ മതി അവിടുത്തെ. അല്ലാതെ ഇപ്പുറത്തേക്ക് കാരായി രാജനെ ഇനി ആരാണെന്ന് നോട്ടമൊന്നുമില്ല. ആ ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായും അവിടുത്തുള്ളവരുടെ, എനിക്ക് തോന്നുന്നു ഈ കുഞ്ഞികൃഷ്ണൻ സഹാവ് ഉണ്ടല്ലോ, കുഞ്ഞികൃഷ്ണൻ ഇപ്പം വിമതനായിട്ട് പയ്യന്നൂർ മത്സരിക്കുന്നത്, അദ്ദേഹം വോട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ പുള്ളി അവിടുത്തെ LDF സ്ഥാനാർത്ഥിക്കായിരിക്കും വോട്ട് കൊടുക്കാൻ പോകുന്നത്. TM അസുവിനായിരിക്കും പുള്ളി വോട്ട് ചെയ്യുക. കാര്യം എന്താ? പുള്ളിക്ക് ഇത്രയും കൊല്ലക്കാലമായിട്ട് പുള്ളിയുടെ മനസ്സിൽ കിടക്കുന്ന ഒരു സാധനം അതാണ് കണ്ണൂരിന്റെ വികാരം എന്ന് പറഞ്ഞാൽ. പുള്ളി DM അസുവിനെ വോട്ട് ചെയ്യുള്ളൂ. ഇപ്പൊ ഇവിടോട്ട് പോയി കഴിഞ്ഞാൽ TK ഗോവിന്ദൻ മാസ്റ്റർ തളിപ്പറമ്പില്, അപ്പൊ തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ മാസ്റ്റർ എന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വോട്ട് ചെയ്തതിന് പിന്നെ ശ്യാമൾ ടീച്ചറിനായിരിക്കും. കാര്യം എന്താ? ചിഹ്നം അവിടെ കിടക്കുന്നത്. പുള്ളിക്ക് പുള്ളിയുടെ ചിഹ്നത്തെ കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടുത്തെ ചിഹ്നം കൃത്യമായിട്ട് അറിയാം. എന്ന് പറയുന്ന പോലെയാണ് കണ്ണൂരിലെ ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ. അവിടെയാണ് കൊണ്ടുവന്നിട്ട് CPMകാർ വ്യാജ ID കാർഡ് ഉണ്ടാക്കി, ഇലക്ട്രൽ ID കാർഡ് ഉണ്ടായിക്കൊണ്ട് അവിടെ ചില ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ചുകൊണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. വീണ്ടും എന്തിനാണ് ഇങ്ങനത്തെ സാധനങ്ങൾ കൊണ്ട് ഇടുന്നതെന്നാണ് മനസ്സിലാവാത്തത്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിലുള്ള വിരോധം കൊണ്ടാണോ, യൂത്ത് കോൺഗ്രസിനോട് മൊത്തത്തിൽ കെ.സി. വേണുഗോപാലുള്ള വിരോധം കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഏറ്റവും കൂടുതൽ വ്യാജ ID കാർഡ് ആരോപണം എവിടെ നിന്നോ ഉയർന്നു വന്നത്? യൂത്ത് കോൺഗ്രസിൽ നിന്നാണ്. തുടക്കം അവിടെ നിന്നാണ് ഈ ഒരു വ്യാജ ID കാർഡ് നിർമ്മിക്കുക. എന്നിട്ട് അതിന്റെ അത് അങ്ങനെ ഒരു പേരുള്ളതുകൊണ്ട് തന്നെ കെ.സി. വേണുഗോപാലിന് പറയാൻ പറ്റുന്നു. അതായത് തന്റെ യൂത്ത് കോൺഗ്രസിൽപ്പെട്ട ചെറുപ്പക്കാരെ കുട്ടികൾ ID കാർഡ് ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുകൊണ്ട് പുള്ളിക്ക് വ്യാജ ID കാർഡ് എന്ന് പറഞ്ഞൊരു വേർഡ് കിട്ടി. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാം എന്ന് പറഞ്ഞൊരു തന്ത്രം ഉണ്ടല്ലോ, ആ തന്ത്രം കെ.സിക്ക് മനസ്സിലായി. എന്നിട്ട് അത് CPMന്റെ തലയിലേക്ക് വെച്ച് കെട്ടിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുകയാണ്. ഒന്ന്, ഫാത്തിമ തഹ്ലിയെ പോലുള്ള ഒരു വനിതാ നേതാവിനെ സൈബർ ഇടങ്ങളിൽ അതിക്രമിച്ചോളുകളാണെന്ന് പറയുന്നത്. അവർക്ക് സത്യം പറഞ്ഞ ഫാത്തിമയ്ക്കൊക്കെ അവരുടെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയത് അത്രയും കേട്ടതുപോലെയൊന്നും സൈബർ ഇടങ്ങളിൽ നിന്നും സഹാക്കന്മാരും ഒന്നും പറയുന്നൊന്നുമില്ല. ഒരു രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായും ആശയപരമായും നേരിടുക എന്നുള്ളത് CPMമാര് പണ്ടേ പുലർത്തി പോകുന്ന ഒരു രീതിയാണ്. അല്ലാതെ രാഷ്ട്രീയത്തെ ഒരു വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ പരസ്പരം വ്യക്തിപരമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയൊന്നും CPM പണ്ടേ ഇല്ല. പിന്നെ അതൊക്കെ ബാധിച്ചിട്ടുള്ള എന്താ? രാഷ്ട്രീയ കൊലപാതകങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുമ്പോഴാണ് ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ആശയപരമായുള്ള യുദ്ധമാണ് എന്നുള്ള കാര്യം പലപ്പോഴും പറഞ്ഞു പഠിപ്പിക്കേണ്ടി വരുന്നത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പൊ ഫാത്തിമ തഹ്ലിയെ പോലുള്ള നേതാക്കന്മാരെ ആരെയും അല്ലെങ്കിൽ അവിടുത്തെ ഒരു എന്താണ് പേരാമ്പ്രയിൽ ആ ഒരു സ്ഥാനാർത്ഥികളുടെ പ്രാധാന്യം എന്താണ്? ആക്ച്വലി ഈ പറയുന്ന കേരളത്തിലെ
പിന്നെ ശൈല ടീച്ചറെ പോലെയോ ശ്രീമതി ടീച്ചറെ പോലെയോ ഒന്നും അത്ര ശക്തയായ ഒരു നേതാവൊന്നും അല്ലല്ലോ ഫാത്തിമ തഹ്ലിയ. അപ്പൊ അവരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കേണ്ട ആവശ്യം വർഗീയത പ്രചരിപ്പിക്കുന്നു. ആരാണ് ഇവിടെ വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ശരിക്കും UDF അല്ലേ വർഗീയത പ്രചരിപ്പിക്കുന്നത്? പച്ചയ്ക്ക് പലയിടങ്ങളിലും വർഗീയത പറയുന്നവർ തന്നെയല്ലേ. ഇപ്പൊ തന്നെ അവരുടെ മാനിഫെസ്റ്റോയിൽ തന്നെ അവിടെ കൊണ്ടുവന്ന് ചാർത്തി വിട്ട് ശബരിമലയിലെ അതിനകത്ത് അവിടെ എന്താണ് വർഗീയത ഇല്ലേ? അവിടെ വർഗീയത ഇല്ലേ? ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആചാര സംരക്ഷണത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലെന്നേ. ഇവിടെ കേരളത്തിൽ കഴിഞ്ഞ സർക്കാർ ദാരിദ്ര്യമുക്ത സർക്കാർ എന്ന് പറഞ്ഞൊരു പ്രഖ്യാപനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നവകേരള നിർമ്മാണത്തിന്റെ അടുത്ത ഘട്ടം എന്നാണ് LDF അതിനെ വിശേഷിപ്പിക്കുന്നത്. നവകേരള നിർമ്മാണത്തിന്റെ അടുത്ത ഘട്ടം. അപ്പൊ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തു, ഇനി ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുക, എല്ലാവരെയും ഇവിടെ എത്തിക്കുന്ന തരത്തിലേക്ക് അവരുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പുതിയൊരു കേരളത്തെ വിഭാവനം ചെയ്യുക. എന്നാൽ കൊടുക്കേണ്ട സൗജന്യങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കുക വേണം. ഇവിടെ ഒരു ഘട്ടത്തിൽ പോലും ആചാരമെന്നോ ആചാര സംരക്ഷണമെന്നോ ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്ന എന്താണ്? ശബരിമലയുടെ സമൂലമായ വികസനമാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ, അല്ലാതെ ആചാര സംരക്ഷണമല്ല. അവിടെയാണ് പ്രശ്നം. അപ്പൊ എന്താ ശബരിമല മാസ്റ്റർ പ്ലാൻ UDF പ്ലാൻ ഇല്ലേ ചെയ്യാൻ? ശബരിമലയിലെ ആചാരം മാത്രം സംരക്ഷിച്ചാൽ മതിയോ? അല്ലല്ലോ. അവിടെ അങ്ങനെ ഒരു വാക്ക് വന്നെങ്കിലേ ഈ പറയുന്ന വിശ്വാസികളെ കൂടെ നിർത്താൻ അവർക്ക് പറ്റുള്ളൂ. അതാണ് പറഞ്ഞത്. അപ്പൊ ആരാണ് ഈ പറയുന്ന വർഗീയത തുപ്പിക്കൊണ്ടിരിക്കുന്നത്? അതാ വർഗീയത പൂർണ്ണമായും തുപ്പിക്കൊണ്ടിരിക്കും UDF. SDPI ബന്ധം. SDPI ഇപ്പം നേരത്തെ പറയുന്ന പോലെ SDPI ഒരു വോട്ട് രേഖപ്പെടുത്താൻ പറയുന്നു. ഇപ്പൊ വോട്ട് ചോദിച്ച് ഇപ്പൊ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ SDPI-കാരനായതുകൊണ്ട് ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചിറങ്ങാൻ പറ്റുമോ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക്? അല്ലെങ്കിൽ ഇനി SDPI-യുടെ വീട്ടുകാരുടെ മുന്നിൽ എല്ലാം ബോർഡ് വെച്ചിട്ടുണ്ടോ ഞാൻ SDPI, ഈ വീട് SDPI-യുടേതാണ് എന്ന് എവിടെയെങ്കിലും ബോർഡ് വെച്ചിട്ടുണ്ടോ? ഇല്ല. സ്വാഭാവികമായിട്ട് ചെല്ലുന്ന വോട്ട് ചോദിക്കുന്നു. ഇപ്പൊ SDPI അവരുടെ നിലപാട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അവരുടെ നിലപാടനുസരിച്ചിട്ട് ഞങ്ങൾ ഇടതുപക്ഷത്തിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വേണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വോട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു 5% 5%, പിന്നെ 5% എന്ന് പറയുമ്പോൾ ഒരു 10 ലക്ഷം വോട്ടോളം, ഒരു 10,000 വോട്ടോളം വരും ഒരു മണ്ഡലത്തിൽ. അപ്പോൾ ആ 10,000 വോട്ടുകൾ എന്താ കുറച്ച് ചെറിയ വോട്ടുകളാണെന്ന് നമുക്ക് കരുതാൻ പറ്റുമോ? ഇല്ല. എന്നിട്ട് തന്നെ ഇതെന്തിനാ വെറുതെ CPM-ന്റെ തലയിലേക്ക് തന്നെ ഇങ്ങനെ നിരന്തരം ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ തന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിൽ ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചുകൊണ്ടിരിക്കും. ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നത്. അപ്പം വർഗീയത എന്ന് പറയുന്ന ഒരു സാധനം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന UDF ആണ്. വർഗീയത നാട് മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന UDF ആണ്. വർഗീയതയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന UDF ആണ്. എന്നിട്ടാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വളരെ ക്രിട്ടിക്കലായിട്ട് കുറെ കാര്യങ്ങളുണ്ട് ഇവിടെ. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം, കഴിഞ്ഞ ദിവസം എനിക്ക് രാജീവ് P. നായർ എന്ന് പറയുന്നൊരു കോൺഗ്രസ് വക്താവ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ ഇരുന്നൊരു ചർച്ച നയിക്കുന്നുണ്ട്. ശവം തൂക്കി എന്നും പറഞ്ഞുകൊണ്ട് നിരന്തരം അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുക. സംഭവത്തിലേ ഉള്ളൂ, കേന്ദ്ര കമ്മിറ്റി CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും തുക CMDRF-ലേക്ക് കൈമാറിയിട്ടില്ല. പക്ഷെ പിരിവ് നടത്തിയിട്ടുണ്ട്. പിരിവ് നടന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം എനിക്ക് തോന്നുന്നു അരുൺകുമാർ ആയിരുന്നു, പിന്നെ അഡ്വക്കേറ്റ് അരുൺകുമാറാണ് ചർച്ചയിൽ CPM-ന്റെ പാനലിസ്റ്റ് ആയിട്ടിരുന്നത്. അപ്പൊ ആ ചർച്ചയിൽ ഇരുന്നിട്ട് പുള്ളി ശവം തൂക്കി. പക്ഷെ അതിനകത്ത് വലിയൊരു പണി, ഈ രാജീവ് P. നായർ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ ശരിക്കും കോൺഗ്രസിന്റെ അണ്ണാക്കിലിട്ട് അമിട്ട് പൊട്ടിച്ച പോലെ തോന്നിയത്. ഇയാള് ശവം തൂക്കി അരുൺകുമാർ എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു. അപ്പൊ എനിക്ക് കുറച്ച് ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. പിന്നീടാണ് സംഭവം 97,99,000 രൂപ അവിടെ നിന്ന് CMDRF-ലേക്ക് കൊടുത്തതിന്റെ രേഖകൾ അവരുടെ കയ്യിലുണ്ട്. 97,99,000 രൂപ 2 ഘട്ടമായിട്ട് CMDRF-ലേക്ക് ഈ പറയുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് പണം അടച്ചു കഴിഞ്ഞു. വീണ്ടും ചർച്ചയിലേക്ക് വന്ന എന്താണ്? അപ്പോ നിങ്ങൾ എന്ത് കൊടുത്തു? കോൺഗ്രസ് എന്ത് കൊടുത്തു? യൂത്ത് കോൺഗ്രസ് എന്ത് കൊടുത്തു? ഈ ചോദ്യം വീണ്ടും സജീവമായി ചർച്ച ചെയ്യപ്പെടുകയാണെന്ന്. ഇത് കോൺഗ്രസ് എന്താ കൊടുത്തത്? കോൺഗ്രസ് കൊടുത്തതിന് കൈയും കണക്കുണ്ടോ? 230 വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് 3.25 ഏക്കർ സ്ഥലമാണ് കാണിച്ചു കൊടുത്തത്. എങ്ങനെ പോസിബിൾ ആകും? അല്ല, എങ്ങനെയാണത് പോസിബിൾ ആകുന്നത്? 230 വീടുണ്ടാക്കാൻ വേണ്ടി ഒരു പിന്നെ എന്താ പറയാ 10 സെന്റ് പോലും എടുക്കാനില്ല. വെറും 3.25 ഏക്കർ ഭൂമി, 3.25 ഏക്കർ ഭൂമിയിലാണ് 230 വീട് നിർമ്മിക്കുക. എങ്ങനെ പോസിബിൾ ആവുന്ന കാര്യമാണ്? ജനങ്ങളെ പറ്റിക്കുകയാണ്. ജനങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. കോടിക്കണക്കിന് രൂപ പിരിച്ചു വെച്ചിട്ട്, നാട്ടുകാരുടെ കയ്യിൽ നിന്ന് മുഴുവൻ പിരിച്ചു വെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് പിരിച്ചു വെച്ചിരിക്കുകയാണ്. പിരിച്ചു വെച്ച ഈ തുക എടുത്ത് അവർ പുട്ടടിച്ചു, അല്ലെങ്കിൽ അവർ പല വഴിക്ക് ചെലവാക്കിയിട്ട് ഏറ്റവും ഒടുക്കം പറയുന്ന എല്ലാം CPM-ന്റെ തലയിലാണ്. എന്നിട്ട് ജനങ്ങളുടെ പറയാം ഞങ്ങൾ ഇപ്പൊ വെച്ച് വരും. ഇത്രയും കാലമായിട്ട് അവർക്ക് വെക്കാൻ പറ്റിയിട്ടില്ല. 1 മാസം കഴിഞ്ഞേ, 1 മാസം കഴിഞ്ഞു അവർ വെക്കില്ല. അത് പ്രതീക്ഷിക്കേ വേണ്ട. നിങ്ങളെ പറ്റിക്കുകയാണ് പൊതുജനങ്ങളെന്ന് എന്നുള്ള കാര്യം എന്തുകൊണ്ട് മനസ്സിലാക്കണില്ല?
ഇതാണ് പറയുന്നത്. ഇവിടെ എല്ലാം ഇത് വീണ്ടും ചർച്ചയിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ശരിക്കും പറഞ്ഞത്. ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ്. അങ്ങനെ ഒരു അവസരം അവർക്ക് എന്താ പറയുക, കൃത്യമായിട്ട് അവർക്ക് കൊണ്ടുപോകാൻ കഴിയുമായിരുന്ന ഒരു സാഹചര്യത്തിൽ പോലും അവരതിന് ശ്രമിച്ചില്ല. കിട്ടിയ പണം മുഴുവൻ അവർ തെരഞ്ഞെടുപ്പ് ഫണ്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് വാസ്തവം. എന്ന് വെച്ചാൽ ജനങ്ങളെ പച്ചയ്ക്ക് പറ്റിക്കുന്ന സമീപനം തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ഈ കോൺഗ്രസ് ഇതുവരെ പുലർത്തി. എന്നിട്ട് പിന്നീട് വർഗീയത, ഇവർക്ക് ജയിക്കണമെങ്കിൽ വർഗീയത പറയുക എന്ന് മാത്രമേ ഉള്ളൂ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് വർഗീയത പറഞ്ഞേ അവർക്ക് ജയിക്കാൻ പറ്റൂ. അല്ലാതെ ഒരു ഘട്ടത്തിലും ഒരു രീതിയിലും അവർക്ക് ജയിക്കാനുള്ള ഒരു സർവേകൾ പലതും വരുമായിരിക്കും. ഒരുപക്ഷെ ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇവിടെ നടക്കുമായിരിക്കും. പക്ഷെ എന്നിരുന്നാൽ തന്നെയും എനിക്ക് തോന്നുന്നില്ല ഇത്തവണ UDF ഒരു കേവല ഭൂരിപക്ഷത്തിലെത്തി കേരളത്തിന്റെ ഭരണത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യം എനിക്ക് യാതൊരു വിശ്വാസമില്ല.